അടുത്ത ഒരു പാലക്കാട് വ്ളോഗ് എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. മീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ വിഭവം. സ്പെഷ്യൽ എന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ ചെന്നൈയിൽ നോൺ വെജ് ഉണ്ടാക്കാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെന്തയം വറുത്തു, അതിനുശേഷം ഗാർലിക് ഇട്ടിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാന്ന് പറയും ഇപ്പോൾ തന്നെ. പിന്നെ കുറച്ച് കാന്താരിമുളക്. ഞാൻ കാന്താരിമുളക് വാങ്ങുമ്പോൾ 100 ഗ്രാമിന് 70 രൂപയാണ്. ഇതാണോ ഇതിൻ്റെ റേറ്റ് എന്ന് എനിക്കറിയില്ല. പക്ഷേ കാന്താരിമുളക് കൊളസ്ട്രോളിന് നല്ലതൊക്കെ ആയതുകൊണ്ട് ഞാനത് 100 ഗ്രാം വാങ്ങിച്ച് വെച്ചു. പിന്നെ അങ്ങോട്ട് കാന്താരിമുളകും ഉണ്ടായി എൻ്റെ മിക്ക ഡിഷസും. അപ്പോൾ ഇത്രയും ഇട്ട് സവാളയും കൂടെ ഇട്ട് നന്നായി വാട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുത്തു കേട്ടോ. പറഞ്ഞു വന്നത് കാന്താരി മുളകിനെ കുറിച്ചാണ്. ഞാൻ കാന്താരി മുളക് കൊണ്ട് നെല്ലിക്ക ചമ്മന്തി, സാദാ ചമ്മന്തി, പിന്നെ ഞാൻ ഉപ്പിലിട്ട് വെച്ച് കുറച്ച്, പിന്നെ ഓംലെറ്റിലും ഇട്ട് കൊടുത്തു. അടിപൊളി ടേസ്റ്റും എരിവും ആരോഗ്യത്തിനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ല മഷിയാകുന്ന വരെ ഞാൻ എല്ലാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ വാട്ടുന്നത്. അതും മൺചട്ടി തന്നെ ആകുമ്പോൾ അതിൻ്റെ ഒരു സ്വാദും പിന്നെ നമുക്കും ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കൂടും മൺചട്ടിയിലാകുമ്പോൾ. ഇതെൻ്റെ സ്പെഷ്യൽ മൺചട്ടിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങാൻ പോയതും വാങ്ങിയതും എല്ലാം. അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഹാൻഡിലുണ്ടല്ലോ ഈ മൺചട്ടിക്ക്, അതുകൊണ്ട് നല്ല സൗകര്യമായിട്ട് നമുക്കിത് വാട്ടാനൊക്കെ ഈസിയാണ്. ഈ മൺചട്ടി ഞാനിവിടെ പ്രിപ്പയർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ അതിനെ ഞാൻ കഴുകി വൃത്തിയാക്കി കമ്പി വെച്ച് പോകും. തിരിച്ച് വരുമ്പോൾ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇവിടെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുടംപുളി ഇവിടെ ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ അമ്മ നോൺ വെജ് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് കുടംപുളി ഇല്ല, ഞാൻ സാധാരണ പുളിയാണ് ഒഴിച്ച് കൊടുത്തത്. ഈ സമയത്ത് കുടംപുളിയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഗ്രേവി. ഈ പുളിയും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് ചെറിയ മത്തി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് എത്ര രുചി പറയാതിരിക്കാൻ വയ്യ. മത്തി ഞാൻ വാങ്ങുമ്പോൾ കിലോയ്ക്ക് 100 രൂപയായിരുന്നു. 1 കിലോ തന്നെ വാങ്ങി. അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് 2-3 ഡിഷസ് ഉണ്ടാക്കാനും പറ്റി. നല്ല കുഞ്ഞ മത്തിയല്ലേ ടേസ്റ്റ്, സാധാരണ വലിയ മത്തിയേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുഞ്ഞ മത്തി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി അത് തന്നെ താനിരുന്നത് വെന്ത് കറക്റ്റ് നല്ല ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മത്തിയും കൂടെ ഇട്ട് പുളിവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഞാനൊരു ലിഡ് കൊണ്ട് മൂടി വെക്കുകയാണ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചാറെല്ലാം കണക്കിനായി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെയും വെളിച്ചെണ്ണ ഒറ്റിച്ച് കുറച്ച് നേരം കൂടി മൂടി വെച്ചതിന് ശേഷം ചോറിനണമല്ലേ അതിൻ്റെ ഒരു ഇപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് മൂടി വെച്ചു. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഓൾ സെറ്റ് കണ്ടോ, അതിൻ്റെ ആ പുകയൊക്കെ വരുന്നുണ്ടോ, അതിൻ്റെ ആ സ്മെല്ല് വരുന്നതുണ്ടോ. ഇത് മൺചട്ടി തന്നെ വെക്കുന്നതാണ് എനിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഒരു ചാറെല്ലാം കണക്കായിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലാം ഒറ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് പതിയെ ചോറ് വിളമ്പേണ്ട സമയമായിട്ടില്ലെങ്കിലും വിളമ്പാം എന്ന് വിചാരിച്ചു. ഇനി നോ മോർ വെയിറ്റിംഗ്. കൂടെ ഞാൻ കുറച്ച് രസം ഉണ്ടാക്കിയിട്ടോ, അതെൻ്റെ അമ്മയ്ക്കാണ്. ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ ക്യാബേജും തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട്, അതിലും ഞാൻ കാന്താരി മുളകാണ് ഇട്ടിരിക്കുന്നത്. ഇനി കുറച്ച് കരിങ്ങാലി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ സിമ്പിൾ ലഞ്ച്. കുറച്ച് തൈരുണ്ട്. തൈരില്ലാണ്ട് മറ്റെന്ത് കഴിച്ചിട്ടും എനിക്ക് ഒരു തൃപ്തിയാവില്ല. അതുകൊണ്ട് തൈര് മസ്റ്റാണ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇത് ശോഭ ചേച്ചി കൊടുത്തു വിട്ട അരിക്കൊണ്ടാട്ടമാണ് കേട്ടോ. അത് പാലക്കാട് സ്പെഷ്യൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.